ഉമർ മൗലവിയുടെ റഹിമഹുല്ലാഹ് തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 398. സൂറത്തുൽ അഅറാഫ് ആയത്തുകൾ 143 മുതൽ 153 വരെ, പേജ് നമ്പർ 648. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين قال يا موسى إني اصطفيتك على الناس برسالاتي وبكلامي فخذ ما آتيتك وكن من الشاكرين وكتبنا له في الألواح من كل شيء موعظة وتفصيلا لكل شيء فخذها بقوة وأمر قومك يأخذوا بأحسنها سأريكم دار الفاسقين سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين والذين كذبوا بآياتنا ولقاء الآخرة حبطت أعمالهم هل يجزون إلا ما كانوا يعملون واتخذ قوم موسى من بعده من حليهم عجلا جسدا له خوار ألم يروا أنه لا يكلمهم ولا يهديهم سبيلا اتخذوه وكانوا ظالمين ولما سقط في أيديهم ورأوا أنهم قد ضلوا قالوا لئن لم يرحمنا ربنا ويغفر لنا لنكونن من الخاسرين ولما رجع موسى إلى قومه غضبان أسفا قال بئس ما حلفتموني من بعدي أعجلتم أمر ربكم وألقى الألواح وأخذ برأس أخيه يجره إليه قال ابن أم إن القوم استضعفوني فكادوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين قال رب اغفر لي ولأخي وأدخلنا في رحمتك وأنت أرحم الراحمين إن الذين اتخذوا العجل سينالهم غضب من ربهم وذلة في الحياة الدنيا وكذلك نجزي المفترين والذين عملوا السيئات ثم تابوا من بعدها وآمنوا إن ربك من بعدها لغفور رحيم. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാഹ് തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 399. സൂറത്തുൽ അഅറാഫ് ആയത്ത് 143, പേജ് 648. വലമ്മ ജാഅ മൂസ ലിമീഖാതിനാ, നമ്മുടെ നിശ്ചിത സമയത്തിന് മൂസ വന്നപ്പോൾ, വകല്ലമഹു റബ്ബുഹു, അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ, ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്, അദ്ദേഹം പറഞ്ഞു എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ കാണിച്ചു തരണമേ, നിന്റെ നേരെ ഞാനൊന്ന് നോക്കട്ടെ. ഖാല ലൻ തറാനി, അള്ളാഹു പറഞ്ഞു എന്നെ നീ കാണുകയില്ല തന്നെ. വലാകിൻ ഇൻദുർ ഇലൽ ജബൽ, എന്നാൽ നീ ആ പർവ്വതത്തിലേക്ക് നോക്കുക. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി,
അതിൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നാൽ വഴിയേ എന്നെക്ക് കാണാം. ഫലമ്മ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ റബ്ബ് പർവ്വതത്തിന് വെളിപ്പെട്ടപ്പോൾ അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു എന്ന് സൂറത്തുൻ നൂറിൽ വന്നിട്ടുള്ളത് നോക്കുക. ജഅലഹു ദക്കാ, അതിനെ അവൻ പൊടിയാക്കി തകർത്തു. വഖറ മൂസ സഅഖാ, മൂസ ബോധരഹിതനായി വീഴുകയും ചെയ്തു. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ കാഴ്ച താങ്ങാനുള്ള ശേഷി അദ്ദേഹത്തിനോ വലിയ പർവ്വതത്തിന് പോലുമോ ഇല്ലെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അദൃശ്യ ലോകത്തെ കാഴ്ചകൾ കാണാനോ അള്ളാഹുവിനെ കാണാനോ ഉള്ള കഴിവ് മനുഷ്യൻ്റെ ബാഹ്യേന്ദ്രിയങ്ങൾക്കോ ആന്തരേന്ദ്രിയങ്ങൾക്കോ നൽകപ്പെട്ടിട്ടില്ല. മരണത്തിന് ശേഷം അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. അന്ത്യനാളിൽ മൂടി തുറക്കുമെന്നും അങ്ങനെ കാഴ്ച മൂർച്ചയുള്ളതായിത്തീരുമെന്നും സൂറത്ത് ഖാഫ് 22 പ്രസ്താവിക്കുന്നുണ്ട്. സത്യവിശ്വാസികൾ പരലോകത്ത് അള്ളാഹുവിനെ കാണുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ബുഖാരി 554, 573. ഫലമ്മ അഫാഖ, അങ്ങനെ അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞപ്പോൾ ഖാല സുബ്ഹാനക തുബ്തു ഇലൈക്, അദ്ദേഹം പറഞ്ഞു, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. ആയത്ത് 649. വഅന അവ്വലുൽ, പേജ് 649. വഅന അവ്വലുൽ മുഅ്മിനീൻ, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനുമാകുന്നു. ആയത്ത് 144. ഖാല യാ മൂസ ഇന്നി ഇസ്തഫൈതുക അലന്നാസി ബിരിസാലാതി വബികലാമി, അല്ലാഹു പറഞ്ഞു, ഓ മൂസ, എൻ്റെ ദൗത്യവും എൻ്റെ നേരിട്ടുള്ള സംസാരവും കൊണ്ട് ജനങ്ങൾക്കു മേലെയായി നിന്നെ ഞാൻ ഉത്കൃഷ്ടനായി തിരഞ്ഞെടുക്കുന്നു. അള്ളാഹു നേരിട്ട് സംസാരിച്ചു എന്ന സവിശേഷ പദവിയാണ് എൻ്റെ സംസാരം കൊണ്ട് തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു മനുഷ്യരോടും അള്ളാഹു നേരിട്ട് ഭൂമിയിൽ സംസാരിച്ചിട്ടില്ല. കരീമുല്ലാഹ് അഥവാ അള്ളാഹു നേരിട്ട് സംസാരിച്ചയാൾ എന്ന പേര് മൂസ അലൈഹിസ്സലാമിന് വന്നു ചേർന്നത് അങ്ങനെയാണ്. ഫഖുദ് മാ ആതൈതുക, അതിനാൽ നിനക്ക് ഞാൻ നൽകിയത് നീ സ്വീകരിക്കുക. വകും മിനശ് ശാകിരീൻ, നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുകയും ചെയ്യുക. ആയത്ത് 145. വകതബ്നാ ലഹു ഫിൽ അൽവാഹി മിൻ കുല്ലി ഷൈഇൻ മൗഇദതൻ വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ, എല്ലാ സംഗതികളെ സംബന്ധിച്ചും ഉപദേശവും എല്ലാ വിഷയങ്ങളുടെ വിവരണവും ആ പലകകളിൽ നാം അദ്ദേഹത്തിന് എഴുതി കൊടുത്തു. ഫഖുദ്ഹാ ബിഖുവ്വത്തിൻ, നീ ബലമായി പിടിച്ചുകൊള്ളുക. വഅ്മുർ ഖൗമക യഖുദു ബിഅഹ്സനിഹാ, അവയിൽ ഏറ്റവും വിശേഷപ്പെട്ടവ കൈക്കൊള്ളുവാൻ നിന്റെ ജനതയോട് കൽപ്പിക്കുകയും ചെയ്യുക. സഊരീകും ദാറുൽ ഫാസിഖീൻ, താന്തോന്നികളുടെ ഭവനം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാകുന്നു. ആയത്ത് 146. സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, ഭൂമിയിൽ അന്യായമായി അഹങ്കാരം നടിക്കുന്നവരെ എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നാം തിരിച്ചു കളയുന്നതാകുന്നു. മറ്റുള്ളവരുടെ കീഴിലായി പോവുകയോ സമനിലയിലായി പോവുകയോ ചെയ്യുന്നതിനെ വെറുക്കുക മൂലം സത്യം തള്ളിക്കളയലാണ് ഈ അഹങ്കാരം. അഹങ്കാരം നടിക്കാൻ ആർക്കും അവകാശമില്ല. സത്യം ആരിൽ നിന്ന് കേട്ടാലും സ്വീകരിക്കുകയാണ് വേണ്ടത്. അതുകൂടാതെ അഹങ്കാരം നടിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിച്ച് നേർവഴി കാണുവാനുള്ള ഭാഗ്യം നഷ്ടപ്പെടുന്നതാണ്, അഥവാ അള്ളാഹു നഷ്ടപ്പെടുത്തും. അഹങ്കാരത്തെക്കുറിച്ച് ഒരു ഹദീസ് ഉദ്ധരിക്കട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹൃദയത്തിൽ ഒരു കടുകുമണിയോളം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരാൾക്ക് അവൻ്റെ വസ്ത്രം നല്ലതായിരിക്കാനും ചെരുപ്പ് നല്ലതായിരിക്കാനും ഇഷ്ടമുണ്ടാകുമല്ലോ, അത് അഹങ്കാരമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും അള്ളാഹു സൗന്ദര്യവാനാണ്, അവൻ സൗന്ദര്യം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. സത്യത്തെ തള്ളിക്കളയലും ജനങ്ങളെ നിസ്സാരമാക്കലുമാകുന്നു അഹങ്കാരം. മുസ്ലിം 91, പേജ് 650. ഏത് ദൃഷ്ടാന്തം അവർ കണ്ടാലും അതിൽ വിശ്വസിക്കുകയില്ല. ശാന്തമായി കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ ഒരുക്കമില്ല, പിന്നെ എങ്ങനെ വിശ്വസിക്കും? പുണ്യത്തിന്റെ മാർഗം അവർ കണ്ടാൽ അതൊരു മാർഗമായി അവർ സ്വീകരിക്കുകയുമില്ല. ദുർമാർഗം കണ്ടാൽ അതൊരു മാർഗമായി അവർ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർ അള്ളാഹുവിന്റെ അനുഗ്രഹം തടയപ്പെട്ടവരാകുന്നു.
അതെന്തുകൊണ്ടെന്നാൽ നിശ്ചയമായും അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി വകാനു അൻഹാ ഗാഫിലീൻ, അവയെപ്പറ്റി അവർ അശ്രദ്ധരായി തീരുകയും ചെയ്തു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 400, സൂറത്തുൽ അഅറാഫ് ആയത്ത് 147, പേജ് 650. വല്ലദീന കദ്ദബു ബിആയാതിനാ വലിഖാഇൽ ആഖിറതി, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെയും നിഷേധിച്ച് തള്ളിയവരാരോ ഹബിതത് അഅമാലുഹും, അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോയി. ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനല്ലാതെ അവർക്ക് പ്രതിഫലം നൽകപ്പെടുമോ? പരലോകത്തിലേക്ക് വേണ്ടി അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. മരണാനന്തര ജീവിതത്തെ തന്നെ അവർ നിഷേധിച്ചു. എത്ര നല്ല പുണ്യകർമ്മം എത്രയധികം ചെയ്താലും പരലോകത്തെ ഉന്നം വെച്ചുകൊണ്ടല്ലെങ്കിൽ നിഷ്ഫലം തന്നെ. ഉദ്ദേശ്യമനുസരിച്ചാണ് കർമ്മങ്ങൾ പരിഗണിക്കുക. പ്രശസ്തിക്ക് വേണ്ടി നല്ല കാര്യം ചിലർ ചെയ്യും, പ്രശസ്തി ലഭിച്ചെന്നു വരാം, പരലോകത്ത് യാതൊരു ഗുണവും ലഭിക്കുകയില്ല. പരലോകത്തെ ഉന്നം വെച്ച് ചെയ്താൽ പരലോകത്ത് ഗുണം ലഭിക്കും, ഇഹലോകത്ത് പ്രശസ്തി ലഭിച്ചെന്നും വരാം. പക്ഷേ അതുദ്ദേശിച്ചാൽ എല്ലാം നിഷ്ഫലമായി. അള്ളാഹുവിൻ്റെ നോട്ടം ഹൃദയങ്ങളിലേക്കാകുന്നു. പേജ് 651, ആയത്ത് 148. വത്തഖദ ഖൗമു മൂസ മിൻ ബഅദിഹി മിൻ ഹുരിയിഹിം ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ, മൂസായുടെ ജനത അദ്ദേഹത്തിന് ശേഷം അവരുടെ ആഭരണങ്ങൾ കൊണ്ട് മുക്രയിടുന്ന ഒരു പ്രതിമയായ കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചു. മേൽപ്പറഞ്ഞ പ്രകാരം മൂസാ നബി അലൈഹി സ്വലാം സീനാ പർവ്വതത്തിലേക്ക് തൗറാത്ത് ഏറ്റുവാങ്ങുവാൻ പോയതിനു ശേഷം അങ്ങേയറ്റം അക്രമമായ മഹാപാപം അവർ ചെയ്തു. അവരിൽപ്പെട്ട പെണ്ണുങ്ങൾ ഫിർഔന്റെ കൂട്ടരുടെ പെണ്ണുങ്ങളിൽ നിന്ന് വായ്പ വാങ്ങിയിരുന്ന ആഭരണങ്ങൾ അവർ ശിക്ഷയിൽ അകപ്പെട്ട് നശിച്ചു പോയതിനാൽ മടക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം ആഭരണങ്ങൾ ശേഖരിച്ച് ഉരുക്കി ഒരു കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനെ മുക്രയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിമയാക്കി. സാമിരി എന്നു പേരായ ഒരുവനാണ് ഇത് ചെയ്തത്. പക്ഷേ മറ്റുള്ളവരുടെ അറിവോടും സമ്മതത്തോടും കൂടി ആയതുകൊണ്ട് ഉത്തരവാദിത്തം എല്ലാവർക്കും ബാധകമാണ്. സാമിരി അവരോട് പറഞ്ഞു, ഈ അത്ഭുത കാളക്കുട്ടി നിങ്ങളുടെ ദൈവമാണ്. മൂസായുടെയും ദൈവം ഇത് തന്നെ. മൂസ മറന്നുപോയതാണ്. ത്വഹ 88. അങ്ങനെ അവർ അതിനെ ആരാധിച്ചു. അവരുടെ ബുദ്ധികേട് അള്ളാഹു എടുത്തു പറയുന്നു. അലം യറൗ അന്നഹു ലാ യുകല്ലിമുഹും വലാ യഹ്ദിഹിം സബീല, ആ കാളക്കുട്ടി അവരോട് സംസാരിക്കുകയില്ലെന്നും അവർക്ക് യാതൊരു മാർഗവും കാണിച്ചു കൊടുക്കുകയില്ലെന്നും അവർ മനസ്സിലാക്കിയിട്ടില്ലേ? അതായത് ഈ കാളക്കുട്ടിക്ക് ദൈവമാകാനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ? ഇത്തഹദൂഹു വകാനൂ ളാലിമീൻ, അവർ ആ കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചു. അവർ അക്രമികളായിത്തീരുകയും ചെയ്തു. അവർ ചെയ്തത് വലിയ ആത്മദ്രോഹമാണല്ലോ. ഇത്ര വലിയ അപകടകരമായ ഒന്ന് വേറെയുണ്ടോ? ആയത്ത് 149. വലമ്മ സുഖിത ഫി ഐദിഹിം, അവർ മഹാഖേദത്തിൽ അകപ്പെട്ടപ്പോൾ വറഔ അന്നഹും ഖദ് ളല്ലു, നിശ്ചയമായും അവർ വഴിപിഴച്ചു പോയെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഖാലൂ ലഇല്ലം യർഹംനാ റബ്ബുനാ വയഗ്ഫിർ ലനാ, അവർ പറഞ്ഞു, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് കരുണ കാണിക്കാതിരിക്കുന്ന പക്ഷം, ഞങ്ങൾക്ക് പുറത്തു തരാതെയും ഇരിക്കുന്ന പക്ഷം ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുക തന്നെ ചെയ്യും. മുമ്പ് ആദം നബി അലൈഹി ഇസ്ലാമിയെ അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനാ വാചകത്തിൻ്റെ രൂപത്തിലാണിത്. പക്ഷേ അവിടെ മഗ്ഫിറത്തിന് അഥവാ പാപമോചനത്തെ മുന്തിച്ചാണ് പറഞ്ഞത്. ഇവിടെ റഹ്മത്തിന് അഥവാ കാരുണ്യത്തെ, പേജ് 652, ആയത്ത് 150. വലമ്മാ റജഅ മൂസ ഇലാ ഖൗമിഹി ഗദ്ബാന അസിഫ, മൂസ കുപിതനും ദുഃഖിതനുമായി തൻ്റെ ജനങ്ങളിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ, ഈ കോപവും വെറുപ്പും ദുഃഖവും അള്ളാഹുവിനെ മുൻനിർത്തിയാണെന്ന് തീർച്ച. ഇത് ഈമാനിൻ്റെ ലക്ഷണമാണ്, മാനസികമായ ഇബാദത്തുമാണ്. ഖാല ബിഅസ മാ ഖലഫ്തുമൂനി മിൻ ബഅദി, അദ്ദേഹം പറഞ്ഞു, എൻ്റെ അഭാവത്തിൽ എനിക്കു ശേഷം നിങ്ങൾ പ്രവർത്തിച്ച കാര്യം മഹാചീത്ത തന്നെ. കാളക്കുട്ടിയെ ആരാധിക്കുകയാണല്ലോ അവർ ചെയ്തത്. അതിനേക്കാൾ വലിയ ചീത്ത കാര്യമെന്ത്? ഏറ്റവും ഭയങ്കരമായ പാപം ഷിർക്കാണ്, അഥവാ ബഹുദൈവാരാധനയാണ്. അജിൽതും അംറ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ കൽപ്പന കാത്തിരിക്കാതെ നിങ്ങൾ തിരക്കുകൂട്ടിയോ? റബ്ബ് എന്ത് കൽപ്പിക്കുന്നു എന്ന് അന്വേഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യാതെ സാമിരി എന്ന മനുഷ്യപിശാചിൻ്റെ ഉപദേശപ്രകാരം നിങ്ങൾ ചെയ്തത് വളരെ മോശമായല്ലോ. പലകകൾ അദ്ദേഹം എറിയുകയും ചെയ്തു. തൗറാത്തിലെ വചനങ്ങൾ കുറെ പലകകളിൽ എഴുതിയതായിട്ടാണ് കൊടുത്തത്. അതാണ് ഈ എറിഞ്ഞത്. അദ്ദേഹം തൻ്റെ സഹോദരന്റെ തലക്ക് പിടിച്ച് അദ്ദേഹത്തെ തൻ്റെ അടുത്തേക്ക് വലിച്ചു. സഹോദരൻ പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ മോനെ, അതായത് എൻ്റെ സഹോദര, ഇന്നൽ ഖൗമ തദഅഫൂനി,
അവർ എന്നെ കൊന്നുകളയുമാറായി. വകാദൂ ഇന്നൽ ഖൗമ സ്തദ്അഫൂനി, നിശ്ചയമായും ജനം എന്നെ അവശനാക്കി. വകാദൂ യഖ്തുലൂനനി, അവർ എന്നെ കൊന്നുകളയുമാറായി. ഫലാ തുഷ്മിത് ബിൽ അഅദാ, അതിനാൽ ഞാൻ മുഖേന എന്നോട് കയർത്തുകൊണ്ട് നീ ശത്രുക്കൾക്ക് സന്തോഷത്തിന് ഇടവരുത്തരുത്. എന്നെ കൊണ്ടാവും വിധമെല്ലാം ഞാൻ എതിർത്തിട്ടും അവർ ധിക്കരിക്കുകയാണ് ഉണ്ടായത്. അത് മുടക്കുവാൻ ഞാൻ ശ്രമിച്ചുവെങ്കിലും എന്നെ കൊല്ലാനാണ് അവരൊരുങ്ങിയത്. യാഥാർത്ഥ്യം ഇതായിരിക്കും, എന്നോട് കയർക്കുന്നത് നമ്മുടെ ശത്രുക്കളെ സന്തോഷിപ്പിക്കുകയേ ഉള്ളൂ, അതിനിടവരുത്തരുത്. പേജ് 653. വലാ തജ്അൽനി മഅൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ആളുകളോടൊപ്പം എന്നെ ആക്കുകയും ചെയ്യരുത്. തക്ക സമയത്ത് സത്യം തുറന്നു പറയാതെ മൗനം ദീക്ഷിക്കുന്ന ചില ആടുകൾ ഞങ്ങൾ ഹാറൂൻ നബി അലൈഹി സ്വലാമയുടെ മാതൃകയിലാണെന്ന് പറയാറുണ്ട്. അത് കളവാണ്. യഥാർത്ഥത്തിൽ അവർ ഒരു മാതൃകയിലുമല്ല. സത്യം മറച്ചു വെച്ച കുറ്റം പേറിയവരാണവർ. ഹാറൂൻ നബി അലൈഹി സ്വലാം കഠിനമായി എതിർത്തു. അതുകൊണ്ട് ജനം ക്ഷോഭിച്ചു, കുഴപ്പങ്ങളുണ്ടായി. അവർ അദ്ദേഹത്തെ കൊല്ലാൻ ഒരുമ്പെടും വരെ കാര്യങ്ങളെത്തി. ഈ കള്ളവാദികളുടെ നില അതാണോ? ആയത്ത് 151. ഖാല റബ്ബി ഗ്ഫിർ ലി വലി അഖീ, അദ്ദേഹം പ്രാർത്ഥിച്ചു, എൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ സഹോദരനും പുറത്തു തരണമേ. വഅദ്ഖിൽനാ ഫി റഹ്മതിക്, നിന്റെ കാരുണ്യത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. വഅൻത അർഹമുർ റഹീമീൻ, കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ നീ തന്നെയാണല്ലോ. ആയത്ത് 152. ഇന്നല്ലദീന തഖദുൽ അജ്ല, നിശ്ചയമായും കാളക്കുട്ടിയെ ഇലാഹായി സ്വീകരിച്ചവരാരോ, സയനാലുഹും ഗളബും മിർ റബ്ബിഹിം വദില്ലത്തും ഫിൽ ഹയാത്തിദ് ദുനിയ, നിശ്ചയമായും അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കോപം ഇഹലോക ജീവിതത്തിൽ നിന്ദ്യതയും അവർക്ക് ബാധിക്കുന്നതാകുന്നു. വകദാലിക നജ്സിൽ മുഫ്തരീൻ, കളവ് കെട്ടിച്ചമക്കുന്നവർക്ക് ഈ പ്രകാരം നാം പ്രതിഫലം കൊടുക്കുന്നതാകുന്നു. കാളക്കുട്ടിയെ അവർ ആരാധിച്ചത് അതിന് ആരാധനക്ക് അർഹതയുണ്ടെന്ന് വെച്ചിട്ടാണല്ലോ. അത് ഭയങ്കര കളവാണ്. അള്ളാഹുവിന് പുറമെ വേറെ ഏതൊരു വസ്തുവിനെ ആരാധിച്ചവനും മഹാകള്ളവാദിയാകുന്നു. അവർക്കെല്ലാം ശിക്ഷ ഏൽക്കുന്നതാണ്. കാളക്കുട്ടിയെ ആരാധിച്ചവർ ഇഹലോകത്ത് നിന്ദ്യരായി തീർന്നുവെന്നും അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങിയെന്നും പറഞ്ഞല്ലോ. അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അവരിലെ കുറ്റം ചെയ്തവർ പരസ്പരം കൊലപ്പെടുത്തണമെന്ന് നിശ്ചയിച്ചുവെന്ന് ബഖറ 54 പശുക്കുട്ടിയെ ചുട്ടരിച്ചു കടലിൽ വിതറിയതായി ത്വഹ 97 പറയുന്നുണ്ട്. ആയത്ത് 153. വല്ലദീന ആമിലു സയ്യാത്തി സുമ്മ താബു മിൻ ബഅദിഹാ വആമനു, ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയും അതിനുശേഷം ഖേദിച്ചു മടങ്ങുകയും യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്തവരാരോ അവർക്ക് ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം, നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ പൊറുക്കുന്നവനും ഏറെ കരുണയുള്ളവനുമാകുന്നു. ദുഷ്കർമ്മങ്ങൾ വിശ്വാസത്തിന് കോട്ടം തട്ടിക്കുമെന്ന് ഇവിടെ ഉണർത്തിയിരിക്കുന്നു.